ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി സ്തുതിക്കാം. കർത്താവിൻ്റെ നല്ല തന്നെ നാമം ഇന്ന് പകലിലും ആമേൻ വാഴ്ത്തപ്പെടുവാനിടയായി തീരട്ടെ. എൻ്റെ പേര് ജയസിംഗ് ആണ്. എൻ്റെ സ്വദേശം മാർത്താണ്ഡമാണ്, തമിഴ്നാടാണ്. കർത്താവിൻ്റെ കൃപയാൽ 2005 റാന്നി വച്ച് ന്യൂ ഇന്ത്യ ദൈവസഭ റാന്നി പ്രിൻസിപ്പാസിയുടെ പപ്പയുടെ കീഴിൽ കർത്താവിനെ കണ്ടെത്തുവാനും അവിടെ സ്ഥാനമേൽക്കുവാനും പിന്നെ തിരുവചനത്തിൽ കൊണ്ട് പല രാജ്യങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഇന്ന് ആമേൻ ന്യൂ ഇന്ത്യ ദൈവസഭയുടെ മസ്കറ്റ് സഭാ ജാർജിയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. എന്നെ ഓർത്ത് ആമേൻ എൻ്റെ കുടുംബത്തെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ആമേൻ ഇത്രയും എന്നെ പരിചയപ്പെടുത്തിയത് ആമേൻ സ്തോത്രം നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ടാണ്. ഒന്ന്. രണ്ടാമത് ആമേൻ സ്തോത്രം, ഞാൻ ഇന്നലെ നാട്ടിൽ നിന്നാണ് രാവിലെ യാത്രയായി വന്നത്. കഴിഞ്ഞ ദിവസം നാട്ടിലെ ചില മീറ്റിങ്ങുകൾക്കായി കടന്നുപോയി. അതിനുശേഷം ഇന്നലെ ഒരു കണക്ഷൻ ഫ്ലൈറ്റിലാണ് വന്നത്. അങ്ങനെ മസ്കറ്റിൽ ഇന്നലെ ഇറങ്ങി വൈകിട്ട് അവിടെ കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു. അതിനുശേഷം രാത്രി അവിടെ നിന്ന് കയറി വെളുപ്പിന് ആമേൻ 5 മണിക്കാണ് ഞാൻ റൂമിൽ വന്നത്. തുടർന്ന് ഇവിടെ വന്നു രാവിലെ 9:30 മീറ്റിങ്ങിന് അപ്പുറത്ത് കയറി ഇവിടെ തുടർന്ന് നിങ്ങളുടെ നടുവിലായിരിക്കുന്നത് കർത്താവിൻ്റെ കൃപയാലാണ്. നിങ്ങളെല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആമേൻ. തുടർന്ന് നാം എല്ലാവരും സ്വത്രത്തോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും എന്നോട് സംസാരിക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എന്നോട് സംസാരിക്കണം, എന്നോട് വ്യക്തമായി ഇടപെടണം. ആമേൻ. ഒരു മാനസിക ഒരു ശബ്ദമല്ല, ജഡത്തിനാലുള്ള ഒരു ചിന്തകളല്ല, പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി ഇടപെടണമെന്ന് എത്ര പേര് ആമേൻ സ്വത്രം നമുക്ക് ആമേൻ ആഗ്രഹമുണ്ട്? ആഗ്രഹമുള്ള എല്ലാ ആമേൻ സ്വത്രം ആമേൻ കണ്ണുകളും ദൈവസന്നിധിയിൽ അടഞ്ഞാട്ട്. ആമേൻ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടഞ്ഞാട്ട്. ദൈവത്തോട് ചോദിച്ചാട്ട്, എന്നോടൊന്ന് സംസാരിക്കണമേ, വ്യക്തമായി എന്നോട് ഇടപെടണമേ. ഒരു മാനസികമായ ഒരു ശബ്ദമല്ല, ജഡത്തിനാൽ ഉണ്ടാകുന്ന ഒരു ചിന്തയല്ല, പരിശുദ്ധാത്മാവിൻ്റെ മറവിൽ നിന്നുകൊണ്ട് എന്നോട് വ്യക്തമായി ഇടപെടണമെന്ന് നമുക്ക് ആമേൻ ദൈവത്തോട് ചോദിക്കാം. നാം എല്ലാവരും ചോദിക്കാം. എല്ലാവരും ചോദിച്ചാട്ടാ. തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ ആമേൻ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം പണിയണമേ. ആമേൻ. കുശവൻ അപ്പാ അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൽ താഴ്വരയിൽ ദീപം അപ്പാവേ ആമേൻ. കൂരിരുളിൽ താഴ്വരയിൽ ദീപമഹാ നിൻമൊഴികൾ തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ
അപ്പാവേ. ആമേൻ. ആമേൻ. കുശവൻ കയ്യിൽ കഴിമണ്ണു ഞാനു. ആമേൻ. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും രക്കവാനുമായ ഞങ്ങളുടെ സ്വർഗത്തിലെ പിതാവേ, യേശു കർത്താവിൻ്റെ അധികാരമെന്ന നാമത്തിൽ നല്ല നാളുക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ജനമങ്ങടതാ കർത്താവേ, അടിയാനും അവിടുത്തതാ ഇന്നലെ രാവിലെ യാത്രയായ സമയം മുതൽ ആമേൻ ഇന്ന് പ്രഭാതത്തിൽ ഇവിടെ വരുന്നത് വരെയും അവിടുത്തെ കരം കൂടെ ഇരുന്നു. ആമേൻ. പല സ്ഥലങ്ങളിൽ കടന്നുപോയി വചനത്തെ സംസാരിപ്പാനിടയാക്കി. ഇന്നും ഈ ജനത്തിന് മുമ്പിൽ വചനമായി എളിയവൻ നിൽക്കുന്നു. വചനം അങ്ങടതാ, എളിയ ജനം അവിടുത്തതാ, എളിയവനായ അടിയാൻ അവിടുത്തതാ. നീ ഒരുപോലെ ഞങ്ങളോട് സംസാരിക്കണമേ. നിന്റെ ഹിതം പോലെ ഞങ്ങളെ പണിയണം. നിന്റെ ഹിതം പോലെ ഞങ്ങളെ പണിയണം. നിന്റെ ഹിതം പോലെ ഞങ്ങളെ പണിയണം. ഞങ്ങളുടേത് ഒന്നും ഇവിടെ ഉയരുവാനിടയാവരുത്. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ മറവിൽ നിർത്തും. എല്ലാ മഹത്വം തിരുമീനെടുക്കും. അതിനെ താഴ്ത്തുന്നു യേശു കർത്താവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യാക്കോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. യാക്കോബിൻ്റെ പുസ്തകം യാക്കോബ് 1:17. എല്ലാ നല്ല ദാനവും തികഞ്ഞ മരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ടാ? ഇന്ന് ഈ പകലിൽ ഈ അവസരം തന്ന കർത്താവിൻ്റെ ദാസനും ഇവിടെ ആയിരിക്കുന്ന ദൈവജനത്തിനും ആമേൻ ലീഡ് ചെയ്ത കർത്തൃദാസനും കുടുംബത്തിനും എല്ലാവർക്കും യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. തുടർന്ന് ആമേൻ സ്വതന്ത്രൻ ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ ആദ്യം പറഞ്ഞു. ആമേൻ. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോട് കൂടി ആയിരിക്കുക. നിങ്ങൾ പെട്ടെന്ന് വചനങ്ങൾ എന്ത് ചെയ്യുക? എടുത്ത് വായിക്കുക. തിട്ടമായി എനിക്ക് വചനം അറിയാം. വാക്യം തമിഴിലായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്നോട് കൂടെ വേഗത്തിലേക്ക് നിന്നാൽ നിങ്ങളും ഞാനും ഒരുമിച്ച് എന്ത് ചെയ്യാം? ആത്മാവിൽ വിടുതലോടുകൂടെ മടങ്ങിപ്പോകാനിടയായിത്തീരും. സ്തോത്രം. കഴിഞ്ഞ നീണ്ട 16 അധികം വർഷം ഒരു സഭയെ നയിച്ചു കൊണ്ടുപോകുന്നതുകൊണ്ട് എനിക്ക് നല്ലതുപോലെ വ്യക്തമായി ആമേശ്വരൻ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇന്ന് പകലിൽ ആമേ നിങ്ങളെല്ലാവരും സ്തോത്രത്തോടെ ആയിരിക്കുക. അവിടെ എഴുതിയിരിക്കുന്നത് എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെയും. ഹല്ലേലൂയ. അപ്പോൾ എല്ലാ നല്ല ദാനങ്ങളെന്ന് പറയുമ്പോൾ തന്നെ കർത്താവ് നമ്മളെയൊക്കെ സൃഷ്ടിച്ചത് നല്ലതായിട്ടാണ് സൃഷ്ടിച്ചത്. എല്ലാവർക്കും ആമേൻ പറയാൻ കഴിയുമോ? ആമേൻ. ഇന്ന് എന്നെ നന്നായിട്ടില്ലെന്ന് സൃഷ്ടിച്ചിട്ടില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ ഇതിനകത്തുണ്ടോ? ആമേൻ. നമ്മളെ നമ്മുടെ അവയവങ്ങളെ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ രൂപത്തിനും ഒരു ഭംഗിക്ക് കുറവില്ലാതെ വളരെ മനോഹരത്തമായിട്ട് നന്നായി നമ്മളെ സൃഷ്ടിച്ചു വച്ചിരിക്കുമ്പോൾ നമ്മളെ സൃഷ്ടാവായിരിക്കുന്ന കർത്താവ് എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമോ ഉയരത്തിൽ നിന്ന് വരുന്നെന്ന് പറയുമ്പോൾ തന്നെ ആമേ മനുഷ്യരായിരിക്കുന്ന നമ്മൾ ഇടയ്ക്ക് ലോകത്തിൻ്റെ മറ്റ് ഏതൊക്കെയോ ശബ്ദം നമ്മുടെ പുറയിൽ കടന്നുകൂടിയിട്ട് നമ്മൾ വലിയ നമ്മുടേതായ ദൈവികമായ അനുഗ്രഹങ്ങളെ ദൈവം നമുക്ക് വച്ചിരിക്കുന്ന ആ സൗഭാഗ്യങ്ങളെ നാം എന്ത് ചെയ്യുക? പലപ്പോഴും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു മണ്ഡലം നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ട്. കർത്താവിൻ്റെ ദാസൻ ഇവിടെ പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയുവാനിടയായി തീർന്നു. അതൊക്കെ ഞാൻ അവിടെ നിന്ന് ധ്യാനിക്കുവാനും എനിക്ക് ചില കാര്യങ്ങൾ നോട്ട് ചെയ്യുവാനും കർത്താവ് എനിക്ക് കൃപ ചെയ്തു. ഒന്ന്. രണ്ടാമത് ആമേശ്വത്രം ദൈവത്തിൽ ഞാൻ വളരെ അവിടുന്ന് സന്തോഷിക്കുവാനിടയായിരുന്നു. ആത്മമണ്ഡലത്തിൽ ജനം ആരാധിക്കുന്നവരോട് കൂടെ എനിക്കൊന്ന് സന്തോഷിപ്പാൻ ആരാധിപ്പാൻ ആമേൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇന്ന് കർത്താവ് നമ്മളെയൊക്കെ വളരെ മനോഹരമായി സൃഷ്ടിച്ചു വെച്ചിരിക്കുമ്പോൾ എല്ലാ നല്ല ദാനങ്ങളും ആമേശ്വത്രം തികഞ്ഞ വരമൊക്കെയാണ് എഴുതി വെച്ചിരിക്കുമ്പോൾ തന്നെ ആമേശ്വത്രം നമ്മളെയും കർത്താവ് എന്ത് ചെയ്യുക? നന്നായി സൃഷ്ടിച്ചതാ. സ്വത്രം. ഉൽപ്പത്തി പുസ്തകം ആമേൻ 1-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ആമേൻ സകലത്തെ സൃഷ്ടിച്ചു വന്നുകൊണ്ട് കർത്താവ് പറയുന്ന ഒരു പദം അവിടെ ഉണ്ട്. നന്നായി സൃഷ്ടിച്ചു. എന്ത് ചെയ്തു?
നന്നായി സൃഷ്ടിച്ചു. ആമേൻ, നന്നായി സൃഷ്ടിച്ചു. അതിൻ്റെ 14, 15, 16 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേൻ അടയാളങ്ങളോടുകൂടെ സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? അടയാളങ്ങളോടുകൂടെ സൃഷ്ടിച്ചു. ആമേൻ, ഇരുട്ടിനെയും ആമേൻ വെളിച്ചത്തെ അവൻ വേർതിരിച്ചു. ആമേൻ, വെളിച്ചത്തിൻ്റെ ദൈവം വെളിച്ചത്തിലേക്ക് തൻ്റെ മക്കളെ ആമേൻ ആമേൻ നടത്തി വെളിച്ചമായി സൃഷ്ടിക്കുവാനിടയായി തീർന്നു. ഇരുളയും ആമേൻ വെളിച്ചത്തെ എന്ത് ചെയ്തു? വേർതിരിച്ചു. എന്നെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നതായ ഇരുട്ടിൻ്റെ അനുഭവം ഒത്തിരി ആമേൻ സ്തോത്രം മാറ്റപ്പെട്ടതാണ്. ആമേൻ, ഇന്ന് ആമേൻ സ്തോത്രം ഉൽപ്പത്തിയിൽ മുതൽ തുടങ്ങുമ്പോൾ തന്നെ കർത്താവ് നന്നായി സൃഷ്ടിച്ചു, മനുഷ്യനെ നന്നായി സൃഷ്ടിച്ചു. അവന് നന്നായി ഇരിക്കേണ്ടതിന് അവനക്ക് മുന്നമേ എല്ലാത്തിനും നന്നായി ആമേൻ സ്തോത്രം സകലത്തെ നന്നായി തോട്ടമുണ്ടാക്കി അതിനകത്ത് നന്നായി എല്ലാത്തും സൃഷ്ടിച്ചു വെച്ചിട്ട് ആമേൻ ഇരുട്ടിനെയും ആമേൻ വെളിച്ചത്തിനെയും വേർതിരിച്ച് മനുഷ്യനെ അതിൻ്റെ ഇടയിലേക്ക് ആക്കി വെച്ചതായ മനുഷ്യനെ കർത്താവ് പിന്നത്തതിന് അന്വേഷിച്ച് വരുമ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ ഞാൻ കാണുന്നു, ആമേൻ, ആദാമേ നീ എവിടെയാ? സ്തോത്രം. ആദാമേ നീ എവിടെയാണ് ചോദിക്കുമ്പോൾ 8, 9, 10 വാക്യങ്ങളുടെ അകത്ത് ആമേൻ ആദാമേ എവിടെയാണ് ചോദിക്കുമ്പോൾ ആദാമിന് കൃത്യമായ ഒരു ഉത്തരം പറയാൻ കഴിയുന്നില്ല. ആമേൻ, കാരണം എന്താണെന്നറിയോ? ഒത്തിരി ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനിടയായി തീർന്നു. നന്നായി സൃഷ്ടിക്ക മനുഷ്യൻ തൻ്റെ ആമേൻ സ്തോത്രം ഇഷ്ടത്തിനാൽ ആമേൻ എന്ത് ചെയ്യപ്പെടുക? പാപത്തിൻ്റെ ഇരുട്ട് കൊണ്ട് തൻ്റെ ജീവിതമാകുന്ന ആമേൻ യാത്രയാകുന്ന പടകിനെ ശൂന്യമാക്കാൻ പല പദ്ധതികൾ തൻ്റെ അകത്തേക്ക് എന്ത് ചെയ്തു വരിക? കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും അനേക കുടുംബങ്ങളുടെ അകത്തും എന്താണ്? ശൂന്യമായ ഒരു അനുഭവം, ആമേൻ ഇരുട്ടായ ഒരു അനുഭവം, ആമേൻ വളരെ പരാജയമായി കാണുന്ന ഒരു അനുഭവം. ഈ അനുഭവം പറയുന്നതിന് മുമ്പ് ഞാൻ സ്വത്രം നമ്മൾ വായിച്ച അതേ യാക്കോബിൻ്റെ പുസ്തകത്തിനകത്ത് ആമേൻ പറയുന്ന ഒരു കാര്യമുണ്ട്. യാക്കോബ് അതിൻ്റെ 1-ാമത്തെ അധ്യായവും 2-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, അവൻ തേജസ്സോടുകൂടെ ഉണ്ടായിരിക്കുന്ന യേശു കർത്താവിൻ്റെ ആ എന്ത് ചെയ്യരുത്? അവിശ്വാസത്തിൻ്റെ ഹൃദയം നമുക്ക് എന്ത് ചെയ്യരുത്? അകത്ത് വരരുത്. തേജസ്സോടുകൂടെ ധരിക്കപ്പെട്ടിരിക്കുന്ന യേശു കർത്താവിനെ വിശ്വസിക്കുന്ന നമ്മുടെ അകത്ത് എന്ത് വരരുത്? അവിശ്വാസത്തിൻ്റെ, ഇല്ലേ? മലയാളത്തിൽ ആ വാക്യം ഒന്ന് വായിക്കാമോ? സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ, ഹലോ, വിശ്വസിക്കുന്ന നിങ്ങളുടെ അകത്ത് എന്ത് വരരുത്? എന്ത് വരരുത്? മുഖവശം വരരുത്, കാണിക്കരുത്. കാമൻ ഇത് ആരോടാ പറഞ്ഞതെന്നറിയാമോ? അതിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയാണ്, 12 ഗോത്രത്തിലുണ്ടായിരിക്കുന്ന ആമേൻ സ്തോത്രം 12 ഗോത്രക്കാരോട് വന്ദനം പറയുക. ആമേൻ ആരോട്? പുറത്ത് നിൽക്കുന്നവരോടല്ല, യേശു കർത്താവിൽ വിശ്വസിച്ചിരിക്കുന്ന എന്നോട് നിങ്ങളോട് എന്ത് ചെയ്യുക? വന്ദനം പറയുക. വന്ദനം പറഞ്ഞുകൊണ്ടാണ് ഈ തുടങ്ങുമ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ ആമേൻ മുഖദാക്ഷിണ്യം കാണിക്കരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? അവൻ്റെ അകത്ത് എന്തുണ്ടായിരുന്നു? മുഖവശം ഉണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ? യേശു കർത്താവിൻ്റെ ആമേൻ സഹോദരനായി ജനിക്കുകയും യേശു കർത്താവിൻ്റെ കൂടെ നടക്കുകയും ചെയ്യുമ്പോൾ തന്നെ ആമേൻ യേശുവിനെ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? ഹലോ, വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആമേൻ. വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് മരിച്ചടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നതിന് ശേഷം താൻ വിശ്വസിക്കാനിടയായി തീർന്നപ്പോൾ എല്ലാ സഹോദരരോടും വന്ദനം പറഞ്ഞുകൊണ്ട് നിങ്ങൾ 2 വഴികളിൽ എന്ത് ചെയ്യരുത്? നടക്കരുത്. സ്വത്രം. 2 വഴികളിൽ നടക്കുന്നവൻ തൻ്റെ എല്ലാ വഴികളിലും സ്ഥിരതയറ്റവനായി തീരുവാനിടയായിത്തീരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൂത്രം, നമ്മുടെ മുഖഭാവം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ നടത്തകൾ എല്ലാം ഏക ചിന്തയും ഏക ഹൃദയവും ഏക മനപ്പാന്മയും ഏക ആത്മാവിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ സൂത്രം. കാരണം എന്താണെന്നറിയോ? യേശു കർത്താവിനെ കൂടെ നടക്കുമ്പോഴും വിശ്വസിക്കാത്ത ഒരു കൂട്ടർ അവിടെ കാണാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇതിനകത്തിരിക്കുന്ന ആരാധനയ്ക്ക് മുന്നോട്ട് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ അകത്ത് യേശു ഉണ്ടോ ജീവിതത്തിൽ? സ്തോത്രം.
യേശു ഉണ്ടോ ജീവിതത്തിൽ? ആമേൻ. ഇന്ന് ആരാധന തുടക്കം മുതൽ യേശുവിനെ കുറിച്ച് ആമേൻ സുധർ അങ്ങയുടെ ദാസൻ പറയുവാനിടയായി തീർന്നു. യേശുവിനെ ഉയർത്തുവാനിടയായി തീർന്നു. യേശുവില്ലാത്ത ജീവിതത്തെക്കുറിച്ച് പറയുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ ആമേൻ സ്തോത്രം ഒൻപയായി നോക്കിക്കൊണ്ടേ അതിനെ നോട്ട് ചെയ്തുകൊണ്ടിരിപ്പാനിടയായി തീർന്നു. ഇവിടെ ഒന്നാമത്തെ കാര്യം ആമേൻ യാക്കോബിൻ്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, ആമേൻ നിങ്ങൾ മുഖദാശിന്യം എന്ത് ചെയ്യരുത്, മുഖപക്ഷം കാണിക്കരുത്. സ്വത്രം ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന പുറത്തുള്ളവരോടല്ല പറഞ്ഞത്, അകത്തുള്ളവരോടാ പറഞ്ഞത്. ഇത് പറയാൻ കാര്യം എന്താണെന്നറിയോ? ഇവിടെ നന്നിന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ നന്നായി കണ്ടു, അവൻ ഇരുളും പകലും വേർതിരിക്കപ്പെട്ടു. ഇപ്പൊ എവിടെയായിരിക്കുന്നത്? ആമൻ ദൂരെ ഇരിക്കുക, അകൽച്ച പ്രാപിച്ചിരിക്കുക. ഈ അകൽച്ച ദൈവജനത്തിന്റെ അകത്ത് വന്നത് കൊണ്ടാ എന്ത് കാണിക്കാൻ ഇടയായി തീർന്നത്? മുഖപക്ഷം കാണിക്കാൻ തുടങ്ങിയത്. ആദിമ കാലഘട്ട സഭകളിൽ ഇത് ഇല്ലായിരുന്നു. ആമേൻ. ആദിമ കാലഘട്ട സഭയുടെ അകത്ത് ഇതില്ലായിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ഇത് ഉണ്ടായിരിക്കുന്നത് എവിടെയാണെന്നറിയോ? സ്തോത്രം. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഈ വിശ്വാസകോളത്തിൽ ആരാധിക്കുന്ന ദൈവജനത്തിനകത്ത് ഭയങ്കര മുഖപക്ഷമാണ്. എല്ലാത്തിലും രണ്ട് വിനയാണ്. അവൻ ഒറ്റ ഏകഹൃദയമില്ല. ഏകാഗ്രത നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു മണ്ഡലമാണ് പറയുന്നത് നമ്മുടെ വിശ്വാസകോളമാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? സ്വത്രം. ഞാനിങ്ങനെ സ്വത്രം വചനത്തിനകത്ത് ഒരു സഭയ്ക്കകത്ത് നിന്ന് സംസാരിക്കുന്നുള്ള ആ നല്ല ബോധ്യത്തോടു കൂടെ സംസാരിക്കുന്നത്. ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ആമേൻ. അതുകൊണ്ട് ആമേൻ സ്വത്രം. ഞാൻ സ്വത്രം ഈ നല്ല സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്ക് കർത്താവ് ഇത് ഓർമ്മിപ്പിച്ചത് കൊണ്ടാണ് ആമേൻ സ്വത്രം ഇത് ഞാൻ ഈ യാക്കോബിനെ കുറിച്ച് അവിടെ ഓർമ്മിപ്പിക്കുവാനിടയായി തീർന്നത്. സ്വത്രം. എന്തുകൊണ്ടാ? വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. എന്ത് നഷ്ടപ്പെട്ടു പോയി? വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. എന്തകത്ത് വന്നു? അവിശ്വാസത അകത്ത് വന്നപ്പോൾ ആമേൻ ഇവിടെ ഏതെങ്കിലും ഉൽപ്പത്തിയിൽ 3-ാമത്തെ പുസ്തകത്തിൽ എഴുതപ്പെടുമ്പോൾ ആമേൻ ആദാമെ എവിടെയാണ് ചോദിക്കുമ്പോൾ തൻ്റെ ഹൃദയത്തിനകത്തുനിന്ന് യഥാർത്ഥമായ ഒരു മറുപടി പറയാൻ എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. ഇന്ന് ആമേൻ കാരണം യഥാർത്ഥമായി മറുപടി പറയാൻ കഴിയാത്തതിൻ്റെ ഒരു ഉത്തരമാണ് പറയുന്നത്. എൻ്റെ ഭാവനയ്ക്ക് ഞാൻ കണ്ടെത്തിയ ഒരു ഉത്തരമാണ്. അന്ന് നമ്മുടെ വീടുകളിലെല്ലാം ഒരൊറ്റ ഫോണേ ഉള്ളൂ. അത് കൂടുതൽ ആമേൻ അതും ചിലപ്പോൾ ഒരു 10 വീട്ടിനകത്തൊരു വീട്ടിലായിരിക്കും. ഇല്ലേ? ഇന്ന് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു കുട്ടികൾക്ക് വരെ മൊബൈൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ശാന്തമായി ചോദിക്കുക. ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സ്വത്രം. ഒരൊറ്റ ഫോണേ ഉള്ളെങ്കിലും അവരെല്ലാവരും എന്തെങ്കിലും വിശേഷത അറിയണമെങ്കിൽ എവിടെ എത്തുമായിരുന്നു? ഒറ്റ മണ്ഡലത്തിൽ വരും. ആമേൻ. ഇന്ന് ഒത്തിരി വിശേഷതകൾ കേൾക്കുന്നുണ്ട്. അവിശ്വാസം അകത്ത് കയറി അകൽച്ചയുടെ അകലത്തിലേക്ക് ജനം ദൂരെ പോയിക്കൊണ്ടിരിക്കുക. സ്വത്രം. ആമേൻ. ഇവിടെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആമേൻ കൊരിന്ത്യ ലേഖനത്തിൽ 11-ാം അധ്യായം എടുക്കണ്ട. ആമേൻ സ്തോത്രം. എല്ലാ കർത്തൃമേശയ്ക്കും പറയുന്ന ഒരു പദമുണ്ട്. എന്ത് മനുഷ്യനും ആമേൻ തന്നെത്താൻ പൗലോസ്ലീഹ എഴുതുന്ന ഒരു പദമാണ്. ആമേൻ. ഇവിടെ തമിഴിൽ എന്ത് മനുഷ്യനെന്ന് പറഞ്ഞിരിക്കുക. അതേ സമയത്തിൽ മലയാളത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നേ? തന്നെത്താൻ. അതില്ല, തിരുത്തി എഴുതണം. അച്ഛൻ പറഞ്ഞ പോലെ സ്വത്രം ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും എല്ലാത്തിലും ഓരോ വേർഡുകൾ സ്വത്രം തമിഴിൽ നിന്നാണ് മലയാളത്തിലേക്ക് ഈ ബൈബിൾ എന്ത് ചെയ്തേ? തർജ്ജമ ചെയ്തേ. അവിടെ ഒരു ചെറിയ വേർഡ് വിട്ടുപോകരുത്. സ്വത്രം. അവിടെ എഴുതിയിരിക്കുന്ന എന്ത് മനുഷ്യനും എന്ത് ചെയ്യണം? എന്ത് മനുഷ്യനെന്ന് പറയുമ്പോൾ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുകുട്ടികളും വലിയവനും ചെറിയവനും എല്ലാവരും എന്ത് ചെയ്യപ്പെടണം? അകത്ത് ആമേൻ അകൽച്ച വന്നിട്ടുണ്ടോ എന്ത് ചെയ്യണം? ഇടയ്ക്ക് നോക്കണം. ഇടയ്ക്ക് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇടയ്ക്ക് അകൽച്ച വന്നിട്ടുണ്ടോ നോക്കണം കേട്ടോ. ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ നോക്കണം. അകൽച്ച വന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ?
ആമേൻ, ഞാൻ എന്നെ ദൈവാത്മാവ് പഠിപ്പിച്ച ഒരു പദം നിങ്ങളുടെ നടുവിൽ പറയുക. അകൽച്ച വന്ന കാര്യം എന്താണെന്നറിയോ? മർക്കോസ് സുവിശേഷത്തിനകത്ത് വായിക്കുമ്പോൾ ആമേൻ അതിൻ്റെ 4-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇഹലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും മറ്റ് ഹലോ ആമേൻ എന്താണ്? ഒന്നാമത്തെ കാര്യം എന്താ പറയുന്നേ? ഈഹലോകത്തിന്റെ ചിന്ത. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ തലമുറയെക്കുറിച്ചുള്ള ചിന്ത അകത്തില്ലേ? ഇല്ലെന്ന് ആരും പറയരുത്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ജനിച്ചിരിക്കുന്ന ഈ കുഞ്ഞിന്റെ പിന്നിലേക്കുള്ള ഭാവിയെക്കുറിച്ച് നോക്കാത്ത ആരെങ്കിലും ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ടോ? സത്രം. ആമേൻ. നാളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട? ആമേൻ. ഇവകളെല്ലാത്തിനെയും ആരാ എണ്ണി വച്ചിരിക്കുന്നത്? ഹലോ നമ്മളെ എന്താ ചിന്തിക്കുന്നത്? ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇഹലോകത്തിന്റെ എല്ലാ ചിന്തയും അകത്ത് കയറി വന്നിട്ടുണ്ടാ. യഥാർത്ഥമായി വിടുവിക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട് ആമേൻ ജനത്തിൻ്റെ അകത്ത് അവിശ്വാസത്തിന്റെ ഹൃദയം കയറിയിട്ട് യേശുവിന് ദൂരെയാ. യേശു എവിടെയാ? യേശു ദൈവജനത്തിന്റെ വീടുകടകത്ത് യേശുവില്ല. വിശ്വാസിന് പറയുന്ന എൻ്റെ നിങ്ങളുടെ അകത്ത് ആരില്ല? ഹലോ പറഞ്ഞേ, ഒന്ന് പ്രതികരിച്ചേ, ഒന്ന് പറഞ്ഞേ. ആരില്ല? യേശുവില്ല. ഇഹലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങൾ. ആമേൻ. ധനത്തിനെ കുറിച്ച് ആർക്കെങ്കിലും ഭാരമില്ലാതിരിക്കുന്നുണ്ടാ? 10 ഉള്ളവന് അവൻ എങ്ങനെങ്കിലും അതിനെ 15 ആക്കാൻ ആഗ്രഹിക്കുന്നേ. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ നിങ്ങളും എല്ലാവരും ഫ്ലൈറ്റ് കയറുമ്പോൾ നമ്മുടെ അകത്ത് ഹൃദയത്തിൽ എന്താ കയറുന്നേ? ഒന്ന് പറഞ്ഞേ. 10 രൂപ ഉണ്ടാക്കണം. അപ്പൊ ധനത്തിന്റെ ആമേൻ വഞ്ചന നമ്മുടെ അകത്ത് ഇല്ലെന്ന് പറയാൻ പറ്റുമോ? യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ദൈവപദത്തിൽ ദൂരെ പോയതിൻ്റെ ഒരു വിഷയമാണ്. സ്തോത്രം. ആമേൻ. ഒന്നാമത്തെ കാര്യം ആമേൻ വിശ്വാസം നഷ്ടപ്പെട്ട് കിടക്കുന്നു. രണ്ടാമത്തെ കാര്യം ആമേൻ ഇഹലോകത്തിൻ്റെ ചിന്ത. മൂന്നാമത്തെ കാര്യം ധനത്തിൻ്റെ വഞ്ചന. ആമേൻ. നാലാമത്തെ കാര്യം മറ്റു വിഷയമോഹങ്ങൾ. ആമേൻ. ഞാൻ എങ്ങനെ നാളെയെക്കുറിച്ചുള്ള ഒരു വലിയ ഭാരം, തലമുറയെക്കുറിച്ചുള്ള വലിയ ഭാരം ജീവിതത്തിനകത്ത് കടന്നുകൂടിയിട്ട് യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ വണ്ണം, ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയാതെ വണ്ണം, ദൈവത്തോടുകൂടെ നടക്കാൻ കഴിയാതെ വണ്ണം വലിയൊരു അകൽച്ച ദൈവജനത്തിൻ്റെ ഇടയിലേക്ക് വന്നിട്ടുണ്ടോ? ഇന്ന് പകലിൽ ഞാൻ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സഭയോട്, ദൈവജനത്തോട്, ഇവിടെ ഇരിക്കുന്ന ഇസ്രായേലി ജനത്തോട് കർത്താവിന്റെ ദാസൻ പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടുകൊണ്ടിരുന്നു. പുതിയ യെരൂശലേമായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ അകത്ത് അകൽച്ച വന്നിരിക്കുന്നു. ആദാമേ നീ എവിടെയാണ് ചോദിക്കുമ്പോൾ കൃത്യമായ ഉത്തരം പറയാൻ കഴിയാതെ വന്നോ. ആമേൻ. ജീവിതത്തിനകത്ത് മറ്റു വിഷയമോഹങ്ങൾ കടന്നു വന്നിട്ട് ഭാരം കടന്നുകൂടിയിട്ട് മുന്നോട്ട് കടന്നു പോകാൻ കഴിയാതെ വന്നോ. ആമേൻ. ആത്മീയമണ്ഡലത്തിലോ ഭൗതിക മണ്ഡലത്തിലോ ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ വന്നോ. ശാരീരികമായി മാനസികമായി തകർച്ചകൾ അനുഭവിക്കുന്ന ദൈവവേദനേ, ഒരു പകല് മടങ്ങി വരുന്ന പകലായി മാറട്ടെ. ഈ പകല് ഒരു രക്ഷയുടെ പകലായി മാറട്ടെ. യേശു കർത്താവ് നിന്നോട് കൂടെ വരുവാനുള്ള ഒരു പകലായി മാറട്ടെ. ഹോരബല ദിരബല ബലബല ദുടബല ബലബല ഹസ്കല ഘടകവ ജാലവ രാജവ ഐഡവ രാജവ രീഗല രൗഡവ ശബല ബലബല ഉടബല ബലബല ബലബല യേശുവിന്റെ നാമത്തിലും മടങ്ങി വരട്ടെ. ഒരു മടങ്ങി വരവ് ജീവിതത്തിനകത്തുണ്ടാകട്ടെ. ആദിമ കാലഘട്ടത്തിലേക്ക് ശവം അടങ്ങട്ടെ. ആദിമ വിശ്വാസത്തിലേക്ക് ശവം അടങ്ങട്ടെ. ആദിമ രക്ഷയിലേക്ക് ശവം അടങ്ങട്ടെ. യേശുവിലേക്ക് ശവം അടങ്ങട്ടെ. രക്ഷകരിലേക്ക് ശവം അടങ്ങട്ടെ. ജീവനുള്ള ശവം ഉണരട്ടെ. മറ്റൊരുത്തല്ല രക്ഷയില്ല.
യേശുവിൽ അല്ലാതെ മറ്റൊരുത്തല്ലും വിശ്വാസം ഉറപ്പിക്കട്ടെ. അവിശ്വാസത്തിന്റെ വാക്കുകൾ വെളിയിൽ പോകട്ടെ. ഒരൊറ്റ ചിന്തയിലേക്ക് മടങ്ങി വരട്ടെ, ഏക ഹൃദയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഭിന്നത വിട്ടുപോകട്ടെ, അവിശ്വാസത വിട്ടുപോകട്ടെ, വിശ്വാസത്തിന്റെ വാക്കുകൾ പുറപ്പെടട്ടെ. അകൽച്ച പ്രാപിച്ചിരിക്കുന്ന ദൈവബദലേ, ആദാമേ എവിടെയാണ് ചോദിക്കുമ്പോൾ കൃത്യമായി ഉത്തരം പറയാൻ കഴിയാത്ത ദൈവബദലേ, കൃത്യമായി മറുപടി പറയാൻ കഴിയാത്ത ദൈവബദലേ, ഇന്ന് പകലില് അവൻ ദൈവം നിന്നോട് വന്ന് ചോദിക്കുന്നതിന് കൃത്യമായി മറുപടി പറയാൻ കഴിയാത്തക്കവണ്ണോ ഒരു ദൈവത്തോട് കൂടെ ചേർന്ന് നിൽക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് പകലിൽ അതിനായി ഒരുങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അവിടെ ഒരൊറ്റ പദം കൂടി ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ. അവിടെ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് വായിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകത്തിനകത്ത് അവൻ വെയിലാറുമ്പോൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. ശരിയാണേ? എൻ്റെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം എങ്ങനെ എഴുതിയിരിക്കുന്ന അറിയുമോ? അധികാലത്ത് തണുപ്പോടുകൂടെ. എങ്ങനെ? അധികാലത്ത് തണുപ്പോടുകൂടെ. ആമേൻ, ആമേൻ. 12 മണി കഴിഞ്ഞിട്ട് ഒരു പ്രഭാതം, ഒരു 5 മണി സമയമുണ്ടല്ലോ, ശാന്തമായിരിക്കുന്ന ഒരു സമയം. ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളോട് ചോദിച്ചു നോക്കിക്കേ, പ്രഭാതത്തിൽ ഒരു ശബ്ദം മുഴങ്ങും. ലോകത്തിലെ മറ്റൊരു ശബ്ദങ്ങളും കേൾക്കുന്നതിന് മുമ്പ് നമ്മുടെ യഥാർത്ഥമായി വിശ്വാസ കോളത്ത് നിൽക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ വീട്ടിനകത്തിരുന്ന് നിലവിളിച്ച് കരയുന്ന, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശബ്ദം, ഒരു പ്രാർത്ഥനാ ശബ്ദം വിശ്വാസ കുടുംബങ്ങളുടെ അകത്ത് മുഴങ്ങുമായിരുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ടാ ലോകത്തിൻ്റെ മറ്റുള്ളവർ എഴുന്നേൽക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഇവിടെ വന്നിരുന്ന് ആരാധിക്കുന്നത്. മാതാപിതാക്കളുടെ കണ്ണുനീരാ കേട്ടോ, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കഴിവല്ല, നമ്മുടെ ഇഷ്ടമല്ല. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഡിഗ്രി അല്ല കേട്ടോ. ഒരിക്കലും ഡിഗ്രി പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ല. യേശു കർത്താവിൻ്റെ വചനം എന്നെ അന്വേഷിച്ച് വന്നതുകൊണ്ട് ഈ വചനത്തെ മുള്ളിനകത്തിട്ട് നെരുക്കി കളയരുത്. പ്രഭാതത്തിൽ ഒരു ശബ്ദം ഉണ്ടായിരുന്നു. എത്ര വീടുകളുടെ മേൽ ആ പ്രഭാതത്തിലെ ശബ്ദം ഇന്ന് മുഴങ്ങുന്നുണ്ട്. എത്ര തലമുറകളുടെ മേൽ പ്രഭാതത്തിലെ ശബ്ദം മുഴങ്ങുന്നുണ്ട്. എത്ര കുഞ്ഞുങ്ങളുടെ വീട്ടിനകത്ത് ഈ പ്രഭാതത്തിലെ ശബ്ദം മുഴങ്ങുന്നുണ്ട്. പ്രഭാതത്തിലെ പ്രാർത്ഥന എത്ര വീടുകളുടെ മേൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തിന്റെ കോളത്ത് നിൽക്കുന്ന ദൈവമേതലെ, നിന്റെ ഭവനത്തിനകത്ത് ഒരു പ്രഭാത ശബ്ദം മുഴങ്ങുന്നുണ്ടോ? ഒന്ന് തിരിച്ചു നോക്കുക. ആമേൻ, ആമേൻ. ഈകലോകത്തിന്റെ ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് പ്രഭാതത്തിലെ ദൈവത്തിന്റെ ശബ്ദം നീ ഞാൻ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈകലോകത്തിന്റെ ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് യേശു കർത്താവിന്റെ ഇൻബസ്വരോ ഞാൻ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്ന ഒരു ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഒരിക്കലും ജീവിതത്തിനകത്ത് അകൽച്ച ഉണ്ടാകത്തില്ല, കുടുംബ തലത്തിനകത്ത് പരാജയം ഉണ്ടാകത്തില്ല. ഞാൻ കുറിച്ചിട്ട് തരിക. ഹല്ലേലൂയ, ആമേൻ. വിശ്വാസകോളത്തിനകത്ത് നന്നായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ നന്നായി ആമേശ്വത്രം ഇരുട്ടിനെ വേർപിരിച്ച് വെളിച്ചത്തിലേക്ക് ആക്കി വെച്ച മനുഷ്യൻ ഇന്ന് ഇരുട്ടിന്റെ ഒരു അനുഭവം. ഒത്തിരി കുടുംബങ്ങളുടെ അകത്ത് പരാജയമാണ് കേട്ടോ. കോടതി വരാന്തകളിൽ കയറിയിറങ്ങുന്ന ജനത്തിന്റെ കൂട്ടം നോക്കിയാൽ നമ്മുടെ വിശ്വാസ കോളത്തിൽ നിൽക്കുന്ന പെന്തക്കോസ്ത് അനുഭവത്തിൽ ജീവിക്കേണ്ട ഒത്തിരി കുടുംബങ്ങൾ കോടതി വരാന്തകളിൽ പോയി നിൽക്കുക. കാരണം എന്താണെന്നറിയോ? പ്രഭാതത്തിൽ കേൾക്കേണ്ട ശബ്ദം കേൾക്കാൻ വിട്ടിട്ട് നീ ലോകത്തിന്റെ ഇൻപശബ്ദം കേൾക്കുന്നത് കൊണ്ടാ. ഏതൊക്കെയോ ശബ്ദം, ഏതൊക്കെയോ ദുരാലോചനകൾ ഇന്ന് ഒത്തിരി പ്രവാചക ശബ്ദം കേൾക്കുന്നുണ്ട്. ലോകത്തിൽ നിന്ന് ഒത്തിരി പ്രവാചക ശബ്ദം കേൾക്കുന്നുണ്ട്. ആ പ്രവാചക ശബ്ദമല്ല നിന്റെ അകത്ത് ധ്വനിക്കേണ്ടത്. യേശു കർത്താവിന്റെ ഇൻപ ശബ്ദം അകത്ത് മുഴങ്ങട്ടെ. ഹല്ലേലൂയ.
ദുരിബന ഹത്തന ഘടകജാലവ. പ്രഭാതത്തിൽ ഇൻപ ശബ്ദം തുടങ്ങട്ടെ. ഒരു പ്രാർത്ഥന ശബ്ദം വീട്ടിനകത്ത് മുഴങ്ങട്ടെ. നിന്റെ വീട്ടിനകത്ത് മുടങ്ങട്ടെ. നിന്റെ അറയ്ക്കകത്ത് മുഴങ്ങട്ടെ. നീ ആയിരിക്കുന്ന മണ്ഡലത്തിനകത്ത് മുഴങ്ങട്ടെ. അവന്റെ യാമിൻ ഇൻപ ശബ്ദം കേട്ടുകൊണ്ടാണ് നീ പുറത്തോട്ട് കടന്നു പോകുന്നെങ്കിൽ ഒരിക്കലും നിന്റെ അകത്ത് പരാജയമല്ല വരുന്നത്. ജയത്തിന്റെ ഉല്ലാസത്തിന്റെ ഘോഷോ ഭവനങ്ങളുടെ അകത്ത് വെളിപ്പെടാൻ പോകുക. ഗ്ലോറി. ആമേൻ, ആമേൻ. ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ആമേൻ. ഇരുട്ടോടാകട്ടെ, അല്ലെങ്കിൽ സ്വത്രം പ്രഭാതത്തിലാകട്ടെ, ആമേൻ, നല്ല ചൂടോടുകൂടി ആകട്ടെ, നല്ല ചൂട് പൊള്ളുന്ന ആമേൻ വിശ്വത്തിൻ്റെ അകത്ത് ഇരിക്കുമ്പോഴും ആമേൻ നമ്മൾ കേട്ടിട്ടില്ലേ, വചനത്തിൽ എഴുതി വെച്ചിട്ടില്ലേ, ശാദ്രാക്ക് മേശക്ക് യാബേത്ത് എന്ന 3 പുരുഷന്മാർ ആമേൻ തീച്ചൂളയുടെ അളവ് കൂട്ടിയപ്പോഴും ആമേൻ എന്ത് ചെയ്തിട്ടില്ല? ആമേൻ തല വണങ്ങാൻ തുണിഞ്ഞിട്ടില്ല. തീക്കകത്ത് ആമൻ ഇട്ടവർ കരിഞ്ഞു പോയെങ്കിലും, ഇടാൻ പോയവർ കരിഞ്ഞു പോയെങ്കിലും വിശ്വാസത്തിന് ഉറച്ചു നിന്ന് 3 പേരിൽ 4-മനായി ഒരുവൻ അനകത്ത് ഇറങ്ങി നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുമ്പോൾ, നീ ഒരു വിശ്വത്തിന് ഇറങ്ങി തിരിക്കുമ്പോൾ പ്രഭാതത്തിൽ ദൈവശബ്ദം കേട്ടിട്ടാണോ തുടങ്ങുന്നത്? നിന്റെ തുടക്കം കുറിക്കുന്നത് ദൈവത്തിന്റെ ഇൻപശബ്ദം കേട്ടിട്ടാണോ? ദൈവാലോചനയ്ക്ക് മുമ്പിലാണോ? ഒന്ന് തിരിഞ്ഞു നോക്കട്ടെ. ദൈവശബ്ദം കേൾക്കാൻ നിനക്ക് ജനത്തിന് സമയമില്ല. എവിടെയൊക്കെയോ ഒത്തിരി പ്രവാചക ശബ്ദം മുഴങ്ങുന്നുണ്ട്. മീഡിയകളിലോ ആമീൻ ഒത്തിരി കള്ള പ്രവാചകന്മാർ എഴുന്നേറ്റിട്ടുണ്ട്. ആമീൻ ദൈവശബ്ദം യഥാർത്ഥമായി സഭയ്ക്കകത്തുനിന്ന് മുഴങ്ങട്ട. എവിടെ നിന്ന് മുഴങ്ങട്ട? വീട്ടിനകത്തുനിന്ന് മുഴങ്ങട്ട. സഭ എന്ന് പറയുന്ന ഒരു കുടുംബമാ. ആമീൻ. കൂടുമ്പോഴുള്ള ഇൻപമാ. ആ കൂടുമ്പോഴുള്ള ഇൻപം കുടുംബമാ. ഈ കുടുംബത്തിനകത്ത് എനിക്കൊരു ദൈവദാസനുണ്ട്. ആ ദൈവദാസനോട് ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന് എന്തെങ്കിലും നമ്മൾ ചെയ്യാറുണ്ടോ? ഹലോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് പരാജയം ജീവിതത്തിൽ ആമൻ കടന്നു വന്നിട്ടല്ല ദൈവത്തെ അന്വേഷിക്കുന്നത്. സംഖ്യാപുസ്തകത്തിനകത്ത് ആമൻ നേതൃസ്ഥാനത്ത് നിൽക്കേണ്ടതായ ഒരു പ്രവാചകനെ നമുക്കവിടെ കാണാൻ കഴിയും. ആ പ്രവാചകൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ആമേൻ. അവിടെ സംഖ്യാപുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം 23-24 നിങ്ങൾ വായിക്കുമ്പോൾ ആമൻ ബാലാക്കിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഈ ആമൻ യാഗപീഠം പണിതിട്ട് ആമൻ കാളക്കുട്ടി ആമൻ കീറി വെച്ച് ആമൻ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ആമൻ ജീവിക്കുന്ന ദൈവജനത്തിന് വിരോധമായി ആമൻ ആലോചന ചോദിക്കാൻ എഴുന്നേറ്റ് നിൽക്കുക. വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല കേട്ടോ. ആമേൻ. ദൈവം എന്ത് ചെയ്യത്തില്ല? വ്യാജം പറയത്തില്ല. ഒന്ന് ആമേൻ പറയാൻ കഴിയുന്നുണ്ടോ? അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ വായിച്ച് നോക്കിക്കുക, എന്താ എഴുതിയിരിക്കുന്നത്? ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? ഹലോ, ദൈവം നമ്മളെ എന്ത് ചെയ്യത്തില്ല? ശപിക്കത്തില്ല, പ്രാഗത്തില്ല. ദൈവം നമ്മളെ എങ്ങനെ സൃഷ്ടിച്ചു? നന്നായി സൃഷ്ടിച്ചു. ആമേൻ. നന്നായി സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യൻ ദോഷങ്ങളാൽ അവൻ എന്ത് ചെയ്തിട്ടില്ല? പരീക്ഷിക്കുന്നില്ല. ആമേൻ. അതേ യാക്കോബിന്റെ പുസ്തകത്തിനകത്ത് വായിക്കുമ്പോൾ അതിന്റെ 12-13 വാക്യങ്ങൾ വായിച്ചു നോക്കിക്കേ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വാഗ്ദത്തം ചെയ്യപ്പെട്ട ജീവകിരീടം എന്ത് ചെയ്യും? ഉറപ്പാണ്. അതിന്റെ അടുത്ത വാക്യം വായിച്ചു നോക്കിക്കേ. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാ എന്ത് ചെയ്യുന്നില്ല? പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. ആമേൻ. അവൻ ആരെയും എന്ത് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ദോഷങ്ങളായിട്ട് എന്ത് ചെയ്യുന്നില്ല? ദോഷങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? മനുഷ്യനാ. അവൻ നേതൃസ്ഥാനത്ത് നിന്ന് നേർവഴിയിൽ നടത്തേണ്ടതായ 143-ാം സങ്കീർത്തനത്തിനകത്ത് 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേ വായിച്ചേ എൻ്റെ ദൈവമേ. 143-10 വേഗമായിട്ട്. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ എന്ത് ചെയ്യണം? 1
ആരുടെ ഇഷ്ടം ചെയ്യണം? ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം. രണ്ടാമതോ, നീ എന്റെ ദൈവമാകുന്നു. നീ ആരാണ്? എന്റെ ദൈവമാകുന്നു. നിന്റെ നല്ല ആത്മാവിനെ, നേർനിലത്തിൽ ഹലോ, നല്ല ആത്മാവിനെ എന്നിൽ പകർന്നിരിക്കുന്നത്. ആ നല്ല ആത്മാവിനെ എന്നിൽ പകരുമ്പോൾ നേർനിലത്തിൽ നടത്തും. ആമേൻ പറയാൻ കഴിയുന്നുണ്ടോ? ആ നല്ല ആത്മാവ് എൻ്റെ മേൽ പകർന്നിരിക്കുന്നത്. എന്നിൽക്ക് അകന്നിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അകലേണ്ടതിൻ്റെ കാര്യം ദോഷങ്ങളാൽ പരിശയിക്കുന്ന ദൈവമല്ല, ദോഷം ചെയ്യുന്ന കർത്താവിനെ അല്ല ഞാൻ ആരാധിക്കുന്നത്. എനിക്ക് ദോഷമൊന്നും ഉണ്ടാകത്തില്ല. നല്ലത് ചെയ്യാൻ ആഗ്രഹിച്ച കർത്താവിൽ നിന്ന് ഞാൻ അകന്നുപോയത് കൊണ്ടാ നിന്റെ നല്ല ആത്മാവിനെ എൻ്റെ മേൽ പകരണമേന്ന് പറയണം. ആ നല്ല ആത്മാവുള്ള ഒരുത്തന് ഒരിക്കലും ദുർശബ്ദം കേൾക്കാൻ കഴിയത്തില്ല. ആമൻ ദൈവം അല്പം താമസിച്ചാലും, ആമൻ പ്രഭാതത്തിലാകട്ടെ, ആമൻ ചൂടോടെയാകട്ടെ, ഏത് സമയത്താണെങ്കിലും ദൈവം വരുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ആമൻ ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ, ആമൻ ദൈവസേനയിൽ മുട്ടുമടക്കിയിരിക്കുന്ന ദൈവ പൈതല് ഒരിക്കലും ദുർശബ്ദം കേൾക്കേണ്ടത് വരത്തില്ല. ആ നല്ല ആത്മാവ് പകർന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ദുരാത്മാവിനകത്ത് കയറാൻ കഴിയത്തില്ല. ആമൻ ദൈവത്തോട് പറയണം, നീ എൻ്റെ ദൈവമാണ്. നിന്റെ നല്ല ആത്മാവിനെ എൻ്റെ മേൽ നിലത്തിൽ നടത്തപ്പെടേണ്ടതിന് എൻ്റെ മേലുണ്ട് പകരവാനിടയായി തീരണം. ആ നല്ല ആത്മാവിനെ നടത്തിപ്പിക്കേണ്ടതായ ആമേൻ പ്രവാചകന്മാർ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ദുർശബ്ദം കേൾക്കുന്നുണ്ട് ലോകത്തിൻ്റെ നടുവില്. പല പ്രവാചകന്മാരും ആമേൻ അല്പമായി നന്മകൾക്ക് വേണ്ടി, അവരവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അതിനെ സൂത്രം എന്ത് ചെയ്യുക? ആമേൻ ദൈവജനത്തെ വളച്ചു ഒടിച്ച് ആമേൻ നശിപ്പിക്കുക, നിത്യ നരകത്തിലേക്ക് തള്ളിക്കളയുക. അതുകൊണ്ട് ആരോടെങ്കിലും ആമേൻ ദൈവാലോചന പറയാൻ വന്നാൽ ഈ ആമേൻ ആദ്യം വേദപുസ്തകം കയ്യിലെടുത്തിട്ട് ആലോചന എവിടെയാ ഉള്ളത് നോക്കണം. മാത്രം ഞാൻ എൻ്റെ സഭയെ പഠിപ്പിക്കുന്നതും എവിടെ പോയാലും എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ഒത്തിരി അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഇവിടെ പ്രസംഗിക്കുന്നത്. ഞാൻ നല്ലൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനായിരുന്നു. 10-25 ആൾ വെച്ചൊക്കെ ജോലിയൊക്കെ ചെയ്തു നോക്കി, അവിടെ എല്ലാം പരാജയമായി. അപ്പോഴൊക്കെ കർത്താവിൻ്റെ ആമേശ്വരം ഒത്തിരി ദൈവദാസന്മാർ എൻ്റെ വീട്ടിൽ പാർക്കുന്നവരാണ്. ഇപ്പോഴും ഞാനിവിടെ നിൽക്കുമ്പോഴും 3 ദൈവദാസന്മാർ എൻ്റെ വീട്ടിലുണ്ട്. ആമേൻ ഞാൻ 2017 മുതലാണ് സ്വതന്ത്രം മുഴു നേരമായി ഫുൾ ടൈം മിനിസ്ട്രിക്കായി കർത്താവിൽ ഇറങ്ങുന്നത്. അതിനുമുമ്പ് ഞാൻ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഹലോ, പക്ഷെ വരുന്ന വാസന്മാരെല്ലാം പറയും, നിങ്ങൾക്ക് കപ്പലിൽ സാരം വരുന്നുണ്ട്, അത് നോക്കി നിങ്ങൾ എന്ത് ചെയ്താൽ നടത്തിയാൽ മതി. ഒരുത്തനെങ്കിലും നിത്യതയെക്കുറിച്ച് പറയാനില്ല. കാരണം എന്ത് കിട്ടും? ഹലോ, ഞാൻ ദൈവസേനയിൽ നിന്ന് പോയി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം കർത്താവ് എന്നോട് പറയും, മുറുകെ പറ്റുന്ന പാരമും പാവവും വിട്ടിട്ട് വച്ചിരിക്കുന്ന ഓട്ടം. ഹലോ, മുറുകെ പറ്റുന്ന പാരം പ്ലസ് പാവ. ഹൃദയത്തിനകത്ത് ഭാരം വച്ചിട്ട് ദൈവസേനയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? സ്വസ്ഥതയോടെ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും പറയുന്നവരുണ്ടെങ്കിൽ എന്നെ തനിയൊന്ന് കാണണേ. മാത്രം ഹല്ലേലൂയ, സ്തോത്രം. ഞാനിതെല്ലാം വിട്ടു കേട്ടോ. വിട്ടിട്ട് ദൈവസേനയിൽ മുട്ടുമടക്കി. ഒത്തിരി വലിയൊരു ഭാരം എൻ്റെ അകത്ത് വന്നു. അപ്പോഴും പ്രവാചകന്മാരൊന്ന് പറയുക, ഞാനൊരു 3 വർഷം എൻ്റെ തൊട്ടടുത്ത് ഒരു 100 മീറ്റർ നടന്നാൽ ലൂലു കാണാം. എന്നിട്ട് പോലെ എൻ്റെ ഭാര്യ ലൂലു പോലെ ഞാൻ കൊണ്ടുപോയില്ലായിരുന്നു. സ്തോത്രം. മുട്ടുമടക്കിയിരുന്ന് കരയാൻ തുടങ്ങി. വചനം വായിച്ചു. കേൾക്കുന്ന ശബ്ദം എവിടെയാണ് തിരിച്ചറിയാൻ തുടങ്ങി. ആമേൻ. അതുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തോട് ഇവിടെ നിന്ന് നിങ്ങളുടെ നടുവിൽ വചനം പങ്കുവയ്ക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രവാചക ശബ്ദം ഒത്തിരി ഇവിടെ ഉണ്ട്, വിൽക്കപ്പെടുന്നുണ്ട്, ഒത്തിരി വിൽക്കുന്നുണ്ട്. നിങ്ങൾ ഏത് മീഡിയ തുറന്നാലും ആമേൻ പ്രവാചക ശബ്ദം കേൾക്കാം. എന്നാൽ സ്നേഹത്തിൻ്റെ ഭാഷ നിങ്ങളോട് പറയുക, നിങ്ങളുടെ ഒരു വിടയനുണ്ട്. നിങ്ങളുടെ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ആ ദൈവദാസനെ കണ്ട് ദൈവദാസൻ 10 ദിവസം കഴിഞ്ഞാലും വരുമെന്നേ. 10 ദിവസം നാട്ടിൽ പോയിട്ടുണ്ടെങ്കിലും വരത്തില്ലേ? വിശ്വസിക്കുന്നുണ്ടോ? സ്തോത്രം. വന്നിട്ട് ദൈവദാസനോട് എന്ത് ചോദിക്കണം? ആലോചന ചോദിക്കണം. ദൈവദാസൻ പറയും പ്രാർത്ഥിക്കട്ടെ.
ആമേൻ. എന്നോട് ഒരു സഹോദരൻ വന്നു ചോദിച്ചു, പാസ്റ്റർ നിങ്ങളുടെ സഭയിലെ ഒരു വിശ്വാസി ഇന്നാരെ പാസ്റ്ററല്ലേ പ്രാർത്ഥിച്ച് കട തുടങ്ങി കൊടുത്തത്? ആണ്, സത്യമാണ്. ഞങ്ങൾ രണ്ടാളും, ഞാനും എൻ്റെ ഭാര്യയുമുണ്ട്, ഞങ്ങൾ രണ്ടാളും അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഓടി വന്നു. എൻ്റെ ഭാര്യ ആമേ സ്വതന്ത്രം അടുത്ത വാക്ക് പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ശരിയാണ്, എന്നാൽ ഒരു കാര്യമുണ്ട്, 1 കൊല്ലമായിട്ട് സുഖമായിട്ട് ജീവിച്ചില്ലേ? ജീവിച്ചു. ഇപ്പോൾ ഒരു 2-3 മാസമായിട്ട് ഒത്തിരി കഷ്ടപ്പെടുന്നില്ലേ? ആണ്. കാരണം എന്താണെന്നറിയോ? ഒരു പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഒരു കട കൂടി. ഹലോ, ആ പ്രവാചകൻ ആരാ പാസ്റ്റർ? അച്ഛൻ ചോദിച്ചു. നിങ്ങളുടെ പാസ്റ്റർ ആണോ അത് പറഞ്ഞേ? നിങ്ങളുടെ പാസ്റ്റർ ആണോ അത് പറഞ്ഞേ? എല്ലാം തുടങ്ങി വെച്ചിട്ട് ഏതോ ഒരു പ്രവാചകൻ പറഞ്ഞത് കേട്ട് തുടങ്ങി വെച്ചിട്ട് കടയെ എടുത്തിട്ട് അതിന് വാടക കൊടുക്കാൻ കഴിയാതെ ഭാരപ്പെടുമ്പോൾ, പാസ്റ്റർ ഞാൻ ഒരു കട കൂടി എടുത്തിട്ടുണ്ട്, ഭയങ്കര ഞെരുക്കത്തിലാണ് പോകുന്നതെന്ന് പ്രാർത്ഥിക്കാൻ പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, ഹലോ, അത് ആമേ സ്തോത്രം പാസ്റ്ററുടെ കുറ്റമല്ല, ദൈവത്തിൻ്റെ കുറ്റമല്ല, നിന്റെ കേട്ട ശബ്ദത്തിൻ്റെ കുറ്റമാണ്. നീ കേട്ട ശബ്ദത്തിൻ്റെ കുറ്റമാണ്. ഞാനിത് ശാന്തമായി പോരുക കേട്ടോ. എന്താണെന്നറിയോ? തുടങ്ങിയതിൽ ഒരു വാക്കുപോൽ പറഞ്ഞു നിർത്താൻ കഴിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ കേട്ട ശബ്ദമല്ല, യഥാർത്ഥമായ ഒരു ഇടയൻ്റെ ശബ്ദം കേട്ടവൻ പുറത്തുനിന്നുള്ള ഒരു ശബ്ദം കേൾക്കത്തില്ല. പുറത്തുനിന്നുള്ള ഒരു ശബ്ദം കേൾക്കത്തില്ല. പുറത്തുനിന്നുള്ള ഒരു ശബ്ദം അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അകത്ത് പരാജയം തുടക്കം കുറിച്ചിട്ടുണ്ടോ? നിന്റെ അകത്ത് പരാജയം തുടക്കം കുറിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. ഈഹലോകത്തിൻ്റെ ചിന്തയും ആമേൻ ധനത്തിൻ്റെ വഞ്ചനയും ആമേൻ മറ്റ് വിഷയമോടെ അകത്ത് വന്നത് കൊണ്ടാ ഈ വചനം കേട്ടിട്ട് ഇതിനെന്ത് ചെയ്യുന്നു? മുള്ള് നെരുക്കിക്കളയുക. വളർച്ച പ്രാപിക്കേണ്ട നിന്റെയും എൻ്റെ ജീവിതത്തെ തകർത്തിട്ടിരിക്കുക. ആത്മീയക്കോളം തകർത്തിട്ടിരിക്കുക. ആമേൻ. ദുർശബ്ദം കടന്നു വന്നിട്ട് ആത്മീയക്കോളത്തെ തകർത്തിട്ടിരിക്കുക. ദൈവത്തിൻ്റെ ഇൻപശബ്ദത്തിലേക്ക് മടങ്ങി വരാൻ കഴിയാതെ വണ്ണോ, യഥാർത്ഥമായ വിടുതൽ അനുഭവിക്കാൻ കഴിയാതെ വണ്ണോ, വിശ്വാസ കോളത്തിനകത്ത് തകർന്നു കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പകലിൽ ഞാൻ വിശ്വാസത്തോടെ പുറപ്പെടുപ്പിക്കുന്നു, ആമേൻ, ഒരു മടങ്ങി വരെ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. എന്തുണ്ടാകണം? മടങ്ങി വന്നേ മതിയാവുള്ളൂ. ആമേൻ. കാരണം എന്താണെന്നറിയോ? ഒരിക്കലും യോഗ്യത ഇല്ലെന്ന് പറഞ്ഞ കോരകപുത്രന്മാരായിരിക്കുന്ന ആമേൻ സ്വത്രം ദാസന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. 84-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം വായിച്ചു നോക്കി. പെട്ടെന്ന് വായിച്ചു. പെട്ടെന്ന്. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വമായിരിക്കുന്നു. നേരോട് നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കത്തില്ലെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? ആമേൻ. കോരകപുത്രന്മാർ ഒരിക്കലും ഈ സ്ഥാനത്ത് വരാൻ കഴിയത്തില്ലെന്ന് ആമേൻ ജനം പറയുമ്പോഴും ലോകം പറയുമ്പോഴും അപ്പൻ ആമേൻ സ്വത്രം ആമേൻ ദൈവദാസനുക്ക് വിരോധമായി 250 കൂട്ടിയിട്ട് ആമേൻ സംസാരിക്കുമ്പോഴും ഭൂമി പിഴന്ന് അകത്തോട്ട് ആമേൻ വലിച്ചു കളയുമ്പോഴും ആമേൻ പുത്രന്മാർ യേശുവിനെ നോക്കി ഇറങ്ങിത്തിരിച്ചെങ്കിൽ അവർ പരാജയം അനുഭവിക്കത്തില്ല. അവരുടെ ആദരം കൊണ്ട് പറയുക, ആലയ പ്രകാരം നിൽക്കുന്ന കോരകപുത്രന്മാർ പറയുക, നേരോട് നടക്കുന്ന തലമുറ ഒന്നിനും മുട്ടത്തില്ല. അവർ കുതിച്ചു ചാടോ, അവർ മതിലുകളെ ചാടിക്കിടക്കോ, അവർ ഉയരത്തിലെ നന്മ അനുഭവിക്കോ, അവർ ഉയരത്തിലെ ശക്തി ലഭിക്കോ. ആമൻ. എല്ലാ നല്ലദാനമോ തികഞ്ഞ വരമൊക്കെയോ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നുണ്ട് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഓരാബാല ധീരബാല ബലബല ദുഡബല ബലബല ഉടബല ബലബല ജീബല ബലബല ഹത്തല ഘടകമ ജാലവ ഐഡവ രാജവ രീഗല രൗഡവ ശമ്പല ബാനവ ഐഡവ രാജവ രീഗല രൗഡ ശമ്പല ബലബല ദുഡബല ബലബല. യേശുവിന്റെ നാമത്തില് എവിടെയെങ്കിലും എന്റെ അകത്ത് ആമേൻ ദുർശബ്ദം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലില് ദൈവശബ്ദം കേൾക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കട്ടെ.
Arabana, Dirabana, Veda Raja, Vaida Jala, Riga, Rauda, Shambhavana. Shaina Jala, Riga, Rauda, Shambhavana, Shaina Jalam. Riga, Rauda, Shambhavana, Shaina Jala, Riga, Rauda, Shambhavana. യേശുവിന്റെ അധികാരമുള്ള നാമത്തിലും. ആമേൻ. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ആമേൻ നേരുള്ള തലമുറ അനുഗ്രഹിക്കപ്പെടും. സംഖ്യാപുസ്തകത്തിനകത്ത് സദൃശ്യവാക്യങ്ങളുടെ അകത്ത് സദൃശ്യവാക്യങ്ങൾ സ്വതന്ത്രം സദൃശ്യവാക്യങ്ങൾ 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത് അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. അവൻ നേരുള്ളവർക്ക് രക്ഷ എന്ത് ചെയ്യുന്നു? ഹലോ, ഒരു ശേഷിപ്പ് കണ്ടെത്തുവാണ്ടയായിത്തീരണം. ഹല്ലേലൂയ. ആമേൻ. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത് അവന്റെ വായിൽ എന്തുണ്ടാകുന്നു? യഥാർത്ഥമായി ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവ പൈതലിന്റെ വായിൽ എന്തുണ്ടാകും? പരിജ്ഞാനവും വിവേകവും വരുന്നു. അവൻ നേരുള്ളവർക്ക് രക്ഷ സംഭരിച്ചു വയ്ക്കുന്നു. ഹല്ലേലൂയ. ഒരു ശേഷിപ്പ് കണ്ടെത്താൻ കഴിയാതെ വണ്ണം ഹൃദയത്തിനകത്ത് ഭാരം കയറുമ്പോൾ ഉയരെ പറക്കാൻ കഴിയാതിരിക്കുന്ന ഒരു കഴുകനെ ഓർക്കണം കേട്ടോ. ആമേൻ. കഴുകനെ ഓർക്കണം കേട്ടോ. ഞാൻ എൻ്റെ 2 മിനിറ്റ് കൂടി നിൽക്കും. ആമേൻ. കഴുകന് പറക്കാൻ കഴിയാതെ തൂവലിനകത്ത് ഭാരം കയറുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഭാരമും ഈക്വൽ പ്ലസ് പാവവും മുറുകെ പറ്റി നിൽക്കുന്ന സമയത്ത് താൻ പാറയുടെ വിളവിൽ കയറിയിരുന്ന് തൻ്റെ ഭാരമുള്ള ചിറകുകളെ വലിച്ചു പറിച്ചു കളയും. അടുത്തത് ഒരു പദം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. അവൻ്റെ ചുണ്ട് പാറമേലിട്ട് അടിച്ചു പൊട്ടിക്കും. അവന്റെ അധരം എന്ത് സംസാരിക്കും? പരിജ്ഞാനം സംസാരിക്കും. അവന്റെ നാവ് ദൈവഗീതമില്ലാത്തത് ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പാറമേലിട്ട് പൊട്ടിക്കും. അത് എന്നെ ഉയരെ പറക്കാൻ കഴിയാൻ എൻ്റെ അനുഗ്രഹത്തെ തടയുന്നതിന് തിരിച്ചറിവുണ്ടാകുമ്പോൾ അതരം പാറമേലിട്ട് ആ ചുണ്ട് പാറമേലിട്ട് പൊട്ടിച്ചു കളയുവാനിടയായി തീരണ. യൗവനത്തിലെ കഴുകനെ പോലെ ഉയരത്തിലേക്ക് ശക്തിയോടുകൂടെ ആത്മീയമണ്ഡലത്തിലോ ഭൗതിക തലത്തിലോ ജീവിത പടകിനകത്ത് പറക്കാൻ കഴിയണമെങ്കിൽ ജീവിതമാകുന്ന പടകിനകത്ത് നിന്റെ മേൽ ഭാരമിട്ട് നിൽക്കുന്ന തൂവലുകളെ പറിച്ചുകള, ചുണ്ടിനെ പൊട്ടിച്ചുകള. ദൈവഹിതമില്ലാത്ത സംസാരിച്ച് നാവിനെ പാറമേലിട്ട് പൊട്ടിക്കട്ട. യേശുവിന്റെ നാമത്തിൽ ദൈവഹിതമില്ലാത്ത സംസാരിച്ചത് ഇന്ന് എന്നിൽ ക്ഷമിക്കപ്പെടട്ടെ. ദൈവസഭയ്ക്ക് വിരോധമായി സംസാരിച്ചത് ഒരബല ദിരബല ബല 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 ദുടബല ബല ബല ഈ ബല 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 ഹത്തുരി ഘടകവ ജാലവ രാജവ രൈഡവ രാനവ ഈഗല രൗഡവ ശമ്പല ഭാനവ രൈഡവ രാജവ നീഗല രൗഡ ശമ്പം ഭാനവ എവിടെയൊക്കെയോ ഭാരമായി നിൽക്കുന്നത് വലിച്ചു പറിക്കട്ടെ. ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. അവൻ എവിടെയൊക്കെയോ ഭാരമായി നിൽക്കുന്നത് പാറയുടെ വിളവിലിരുന്ന് വലിച്ചു പറിച്ചു കളയുന്നത് പോലെ അവൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവപൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് ആഞ്ഞടിക്കുന്ന പ്രതികൂലം പോലെ തിരമാല പോലെ നിൽക്കുന്ന പ്രതിസന്ധികളെ വലിച്ചെറിയട്ടെ. ആ ഭാരമൊന്ന് വലിച്ചെറിയട്ടെ. ആ ചിന്തയൊന്ന് വലിച്ചെറിയട്ടെ. ഈകലോകത്തിന്റെ ചിന്തയെ വലിച്ചെറിയട്ടെ. ധനത്തിന്റെ വഞ്ചനകളെ വലിച്ചെറിയട്ടെ. മറ്റ് വിഷയമോഹങ്ങളെ വലിച്ചെറിയട്ടെ. ദൈവസന്നിധിയിൽ നന്മ പ്രാപിക്കാൻ കഴിയാതെ, നേരോട് നിൽക്കാൻ കഴിയാത്ത, ഒരു ശേഖരിപ്പ് കാണാൻ കഴിയാതെ നിന്റെ ജീവിതത്തിനകത്ത് ഏതൊക്കെയോ മണ്ഡലത്തിനകത്ത് ഭാരമിട്ട് വലിക്കുന്ന ആ പാരകൾ വലിച്ചു കയറ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്ന. ആമേൻ. ഒരു ശേഖരിപ്പുണ്ടാകണം.
ഒരു ശേഷിപ്പുണ്ടാകണം. ദൈവത്തെ തോൽപ്പിക്കാൻ പറ്റുമോ? ദൈവത്തെ തോൽപ്പിക്കാൻ പറ്റുമോ? മൽക്കിയ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 10 പേരുള്ള വാക്യങ്ങൾ. സ്തോത്രം. മലാക്കി പുസ്തകം 6-ാം അധ്യായം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കുന്നു? നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നതിന്റെ കാര്യം എന്താ? കർത്താവ് മാറാത്തവൻ. അതിന്റെ താഴോട്ട് വായിച്ചേ. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്. ഞാൻ സമയം കഴിഞ്ഞു വായിച്ചു. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എന്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ മടങ്ങി വരേണ്ടു എന്ന് ചോദിക്കുന്നു. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിൽ നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ തോൽപ്പിക്കാൻ പറ്റുമോ? ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. തോൽപ്പിക്കാൻ പറ്റുമോ? ഇപ്പം ദൈവത്തെ തോൽപ്പിക്കാൻ പറ്റുമോ? പറ്റും. ദൈവത്തെ തോൽപ്പിക്കാൻ പറ്റും. ദൈവത്തെ തോൽപ്പിക്കാൻ പറ്റണം. ദൈവത്തെ തോൽപ്പിക്കുന്നവനെ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയത്തുള്ള. ആമേൻ. ദൈവത്തെ തോൽപ്പിക്കുന്നവനെ സ്തോത്രം, നമ്മൾ ദൈവത്തെ തോൽപ്പിക്കാൻ പറ്റും. സ്തോത്രം. ആമേൻ. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ വായിച്ച എന്താണ് വായിച്ചേ? യഹോവയായ ഞാൻ മാറാത്തവൻ. അടുത്തത് അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത്. നമ്മുടെ ദൈവം മാറാതെ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ മുടിയാതിരിക്കുന്നത്. ആമേ. നമ്മൾ ദൈവത്തെ തോൽപ്പിക്കാൻ പറ്റും. നമ്മൾ ദൈവത്തെ തോൽപ്പിച്ചാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ആമേ. നമ്മൾ ദൈവത്തെ തോൽപ്പിച്ചാൽ അനുഗ്രഹിക്കപ്പെടും. എന്നാൽ നാം മാറാതെ നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് പലപ്പോഴും നമ്മൾ തകരാതിരിക്കുന്നത്. ആമേൻ. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ വഞ്ചന കാണിച്ചിട്ടും നമ്മൾ തകരാതിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയോ? അവൻ മാറാത്തത് കൊണ്ടാ. ആമേൻ. എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിലെന്ന് ഒന്ന് ആമേൻ പറയാൻ കഴിയുമോ? ഉയരത്തിലെന്ന്, ആ ഉയരത്തിലെ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്ന ഒരു വലിയ നന്മയുണ്ട് കേട്ടോ. ആയുസ് തരുന്നത്, ആരോഗ്യം തരുന്നത്, നന്മ തരുന്നത്. ആമേൻ. സ്വത്രം മുടിഞ്ഞു പോകാതെ നിൽക്കുന്നത് അവൻ ദാനമായി എന്നോട് കൂടെ നിൽക്കുന്നത് കൊണ്ടാ. അവൻ മാറാതെ നിൽക്കുന്നത് കൊണ്ടാ. ആമേൻ. ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, ഇത്രമാം നൈപ്പാൻ എടുതല്ല നവാർണിപ്പാൻ ഉതല്ല നേടി വന്നോ ദോഷിയാമ്യേയും നാദ തേടി വന്നോ ദോഷിയാമ്യേയും നാദ. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. സ്തോത്രം. ദൈവത്തിന് കൊടുക്കുന്നത് നല്ലതുകൊണ്ട് കൊടുക്കണം. ആമേൻ. സമൂവേൽ പ്രവാചകൻ പറഞ്ഞു, ആമേൻ, നീ പോയിട്ട് തൻ്റെ ജനത്തിൻ്റെ യാത്രയും നടുവിൽ ദോഷം ചെയ്തവനെ മുഴുവനെ നശിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ 1 സമൂവേലിൻ്റെ പുസ്തകം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. 15-ാം അധ്യായം വായിക്കുമ്പോൾ ആമേൻ, അവൻ കൊടുത്തത് അവൻ്റെ കണ്ണുകളിൽ കയറിയിട്ട് അവൻ്റെ അറയ്ക്കകത്ത് കയറ്റി. സ്തോത്രം. ലേലിയ. ആമേൻ. അവിടെ വായിക്കുമ്പോൾ സമൂവേൽ കടന്നു വരുമ്പോൾ അകത്ത് നിന്നൊരു ശബ്ദം. ആമേൻ.
ഈ ശബ്ദം കേൾക്കുമ്പോൾ ശൗലേ ഇതെന്താണ് ചോദിക്കുമ്പോൾ, ആമേൻ പാസ്റ്റേ ഞാൻ ലോൺ എടുത്തു, അപ്പുറത്തെ വീട് എൻ്റെ മേളിൽ പോയി, അതുകൊണ്ട് എൻ്റെ വീടും അതിനൊപ്പം നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നെന്ന് പറയരുത്. നിന്റെ ജീവിതത്തിൻ്റെ പരാജയമാത്, നിന്റെ ജീവിതത്തിൻ്റെ പരാജയമാത്. ആമേൻ. ദൈവം നിന്നോട് ആലോചന തന്നത് മാത്രമേ ചെയ്യാവൂ. ദൈവം പറഞ്ഞ ആലോചനയ്ക്ക് വിരുദ്ധമായത് ചെയ്യരുത്. ദൈവഹിതമില്ലാത്ത നന്മ അകത്ത് വരരുത്. ദൈവഹിതമില്ലാത്ത പ്രവൃത്തി ജീവിതത്തിൽ വരരുത്. നമ്മുടെ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. അവൻ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ നഷ്ടമുണ്ടാക്കത്തില്ല. നഷ്ടമുണ്ടാക്കുന്നത് ഞാൻ വരുത്തി വയ്ക്കരുത്. ഹലോ, ഞാൻ എന്ത് ചെയ്യരുത്? വരുത്തി വയ്ക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇന്നുറപ്പുണ്ടോ? എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിലിരുന്ന വരണേണ്. ഉറപ്പുള്ള ദൈവജനം ഒന്ന് ശ്രുതിക്കാൻ കഴിയുമോ? ഒന്ന് ശ്രുതിക്കാൻ കഴിയുമോ? ഒന്ന് ശ്രുതിക്കാൻ കഴിയുമോ? ഒന്ന് നന്ദി പറയാൻ കഴിയുമോ? നന്ദി പറഞ്ഞു തുടങ്ങിക്കാൻ. ആമേൻ. ത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, ത്രമാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, മന്നാതി അർണിപ്പാൻ എഴുതല്ല